ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുനിതാസ് യൂണി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സ്വാദിഷ്ടമായ അമ്മിണി കൊഴുക്കട്ടയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അമ്മിണി കൊഴുക്കട്ട പല രീതിയിൽ തയ്യാറാക്കിയെടുക്കാറുണ്ട്. സ്പൈസി ആയിട്ടും സ്വീറ്റ് ആയിട്ടൊക്കെ നമ്മളിത് തയ്യാറാക്കിയെടുക്കാറുണ്ട്. ഇന്ന് നമ്മൾ നോർമൽ ആയിട്ടുള്ള അമ്മിണി കൊഴുക്കട്ടയാണ് റെഡിയാക്കിയെടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന ഈ ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. കൊഴുക്കട്ട തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു പാനിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. നെയ്യിന് പകരം നമുക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കൊഴുക്കട്ടയ്ക്ക് നല്ല ടേസ്റ്റും വാസനയും കിട്ടും. ഇനി ഈ വെള്ളം നല്ലതുപോലെ തിളച്ചു വരണം. ഇപ്പോൾ വെള്ളം നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പത്തിനും പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കണം. ഗ്യാസ് ലോ ഫ്ലെയിമിൽ നമുക്കിത് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എടുക്കുന്ന അരിപ്പൊടി അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. 1.25 കപ്പ് തുടങ്ങി 1.5 കപ്പ് വരെ വെള്ളം നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് നല്ല ചൂടാണല്ലോ. ഇനി ഇതിൻ്റെ ചൂട് ആറിയതിന് ശേഷം നമുക്ക് കൈകൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം. ഈ ഒരു ബൗളിലേക്ക് കൊഴുക്കട്ടയുടെ മാവ് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ മാവിന് ചെറിയൊരു ചൂടേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് ചിരകിയ നാളികേരം ചേർത്ത് കൊടുക്കാം. നാളികേരം ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കൈകൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം. നാളികേരം ചേർത്ത് കൊടുത്ത് കുഴച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കൊഴുക്കട്ടയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ലതുപോലെ കുഴച്ച് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. ഇപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി മാവിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കണം. ഒരുപാട് വലുതായിട്ട് പോകരുത്. ചെറിയ ചെറിയ ഉരുളകളായിട്ട് നമുക്ക് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കാം. മാവിൽ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാൻ കഴിയും. ബാക്കിയുള്ള മാവ് നമുക്ക് ഇതുപോലെ തന്നെ ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ ഇവിടെ മുഴുവൻ മാവും ഇതുപോലെ കുട്ടി കുട്ടി ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇഡ്ഡലി പാത്രമാണ് എടുത്തിട്ടുള്ളത്. റെഡിയാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളച്ച് വന്നതിന് ശേഷം വേണം ബോൾസ് ഓരോന്നും ഇതിലേക്ക് വെച്ച് കൊടുക്കേണ്ടത്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് 10 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ കൊഴുക്കട്ടയെല്ലാം നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ടാകും. 10 മിനിറ്റ് ആയപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇപ്പോൾ കൊഴുക്കട്ടയെല്ലാം നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. കൂടുതൽ ടൈം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൊഴുക്കട്ട ഹാർഡായി പോകും. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വന്നപ്പോൾ 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഉഴുന്നുപരിപ്പ് ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കണം. ഇനി അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ഉണക്കമുളകാണ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കൊഴുക്കട്ട ചേർത്ത് കൊടുക്കണം. ഒരു 3 ടേബിൾ സ്പൂണോളം ചിരകിയ നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാളികേരം ചേർത്ത് കൊടുത്തിട്ടാണല്ലോ കൊഴുക്കട്ടയുടെ മാവ് കുഴച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ നാളികേരം ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷണലാണ്. ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അമ്മിണി കൊഴുക്കട്ട റെഡിയായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ കഴിയുന്ന നല്ല സ്വാദുള്ള ഒരു പലഹാരമാണിത്. അപ്പോൾ എല്ലാവരും അമ്മിണി കൊഴുക്കട്ട ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. ബൈ.